എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മനസ്സിൻ്റെ നന്മയ്ക്കനുസരിച്ച് കൃഷ്ണാനുഭവങ്ങൾ പല രീതിയിൽ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കൂലേ. ത്രിമധുരത്തിലെ മറ്റൊരു കൃഷ്ണാനുഭവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാവുന്നതാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ, മോനെ ഞാൻ വീണ്ടും ഒരു കൃഷ്ണാനുഭവം കൂടി അയക്കുകയാണ്. മോനെ ഞാൻ ഗുരുവായൂർ കീശാന്തി തിരുവാലൂർ ശ്രീകുമാരൻ ചേട്ടൻ്റെ ഉച്ചപൂജ അലങ്കാര വർണ്ണനയും ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായി 2 തവണ ഉണ്ടായിരുന്ന ശ്രീ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയുടെ പ്രഭാഷണവും കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആയപ്പോൾ അലങ്കാര വർണ്ണന കീർത്തനങ്ങളാക്കി ഭഗവാന്റെ നടയിൽ സമർപ്പിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു. പെട്ടെന്ന് മോളുടെ കല്യാണം വന്നു. ഭർത്താവിന് ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ തന്നെ വേണമായിരുന്നു എല്ലാത്തിനും. കീർത്തനങ്ങൾ എഡിറ്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കും? എനിക്ക് കല്യാണം പെട്ടെന്ന് ഓർക്കാതെ വന്നതാണ്. പക്ഷേ കല്യാണത്തിന് മുമ്പ് ഇത് ഭഗവാന് സമർപ്പിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. പ്രസ്സിൽ ഇത് ഫോണിൽ അയച്ചു കൊടുക്കും. അങ്ങനെ സമയങ്ങൾ കടന്നുപോയി, കാലങ്ങൾ കടന്നുപോയി. 2025 ജനുവരിയിലായിരുന്നു മോളുടെ കല്യാണം. ഞാൻ 24 ഡിസംബറിൽ തന്നെയാണെന്ന് തോന്നുന്നു 23ഓളം കീർത്തനങ്ങൾ ഞാൻ എഴുതി. 9 ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട മാതൃഭൂമി കലണ്ടറിന്റെ വലുപ്പത്തിൽ ഫോട്ടോ ആക്കി എൻ്റെ പൊന്നു ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിച്ചു. നടയുടെ മുൻപിലുള്ള മണ്ഡപത്തിലെത്തിയപ്പോൾ ഇവിടെ തുറന്നു വെച്ച് ഭഗവാനെ കാണിച്ചോളൂ എന്ന് അവർ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തു. ഒരെണ്ണം പയ്യെ അവിടെ നിന്നും വായിച്ചു. ഇനി മാറിക്കോളൂ എന്ന് അവർ പറഞ്ഞു. വല്ലാത്ത തിരക്ക്. അതിനിടയിൽ അതുവരെ കാണാത്ത നല്ല മഞ്ഞ സാരി ഉടുത്ത ഒരു അമ്മയെ ഞാൻ എൻ്റെ പുറകിൽ കണ്ടു. എന്നോട് പറഞ്ഞു, ഇതെങ്ങനെയാ എഴുതിയത്? ഇത്രയൊക്കെ എഴുതിയല്ലോ, എങ്ങനെയാ സാധിച്ചേ? പരിചയമില്ലാത്ത ആളായതുകൊണ്ട് ഭഗവാൻ തന്നു എന്ന് മാത്രം ഞാൻ പറഞ്ഞു. ആ അമ്മ വീണ്ടും എൻ്റെ പുറകെ വന്നു. വീണ്ടും ചോദിച്ചു, എങ്ങനെയാ എഴുതിയേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഭഗവാൻ തന്നു, ഞാൻ എഴുതി. എന്നിട്ട് മോനെ, ഗണപതി ഭഗവാനെ തൊഴുത് വലം വെച്ച് വരുവോളം എൻ്റെ കൂടെ മാല കെട്ടുന്ന ആ ഭാഗം വരെയും അമ്മ വന്നു. അവിടെ നിന്ന് ഒരു പ്ലാസ്റ്റിക് കോഡിൽ നിന്നും മഞ്ഞ കളർ ഉള്ള ആ അമ്മ വിട്ടേക്കുന്ന സാരിയുടെ അതേ നിറത്തിലുള്ള ഒരു പേനയെടുത്ത്, ഇനിയും എഴുതണം കേട്ടോ എന്ന് പറഞ്ഞ് എനിക്ക് തന്നു. ഞാൻ ആ പേനയുടെ ചിത്രം പിന്നീട് അയച്ചു തരാം. പിന്നീട് ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ അരികിലേക്ക് നടന്നു പോകുന്നത് കണ്ടു. എനിക്ക് വല്ലാതെ സന്തോഷമായി. വീട്ടിൽ വന്നപ്പോഴാണ് അതുവരെ ഇല്ലായിരുന്ന ആ മഞ്ഞ സാരി ഉടുത്ത അമ്മ ആരായിരുന്നു? അത് രാധാദേവി തന്നെയല്ലേ? മനസ്സിപ്പോഴും പറയുന്നു, കൃഷ്ണ ഗുരുവായൂരപ്പ, ആ പേനയുള്ള ജീവനുള്ള കാലം വരെ ഞാൻ സൂക്ഷിക്കും. അതേ രാധാദേവിയായിട്ട് മനസ്സിൽ കാണുക. മുന്നോട്ട് നീങ്ങുക. ജീവിതം സന്തോഷമുള്ളതായി മാറട്ടെ. എല്ലാവർക്കും ഹരേ കൃഷ്ണ.